ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കേട്ട് പോകാൻ പോകുന്നു. സഹിക്കാൻ പറ്റില്ല. നമുക്ക് മമ്മൂട്ടിയും മോഹൻലാലിനും ഒന്നും ആവശ്യമില്ലാതെ വരും. ഈ അടിച്ചതിന് വേണ്ടി കരയും പോലെ അഭിനയിക്കുന്നതാണെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരാളാണ് പ്രണവ്. മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒരു കൺസെഷൻ മലയാളി കൊടുത്തിട്ടുണ്ട്. വിനായകനെ പോലെ ഒരുത്തന്നെ നായക വേഷം കൊടുത്തിട്ട് അതിൽ വില്ലൻ വേഷം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെ ഭയങ്കര ചങ്കൂറ്റുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റും. മോഹൻലാൽ ഇങ്ങനെ ചാടി വരുമ്പോഴേ അത് നമ്മുടെ മനസ്സിലേക്കാണ് അയാൾ ചാടി വരുന്നത്. ലതാ മങ്കേഷ്കറിന് 60 വയസ്സായപ്പോഴേ അവർ പാട്ട് നിർത്തണമെന്ന് പറഞ്ഞ ആളാണ് യേശുദാസ്. അദ്ദേഹം ഏതാണ്ട് 80 വയസ്സ് വരെ പാടി. തൊണ്ടയ്ക്ക് ജലദോഷം വന്ന പോലത്തെ ശബ്ദങ്ങളാണല്ലോ ഇപ്പോൾ പാടുന്നതെല്ലാം. മലയാളം അറിഞ്ഞൂടാത്തവന്മാരും എല്ലാം കൂടെ ചേർന്ന് പാട്ടിനെ നശിപ്പിച്ചല്ലോ. നടിമാരിൽ ഒരാളും ഐഡൻറ്റിറ്റി തെളിയിച്ചില്ല. DYFIയുടെ പ്രവർത്തകനും സിനിമാക്കാരനുമായിട്ട് വിവാഹം കഴിക്കാതെ ജീവിക്കണം എന്ന് വിചാരിച്ച ആളാണ്. അപ്പോൾ എൻ്റെ ഭാര്യ കയറി വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി. ഇവളെ മെരിക്കാനായിട്ട് അവളെ അമ്മ അന്ന് ഉള്ളിത്തീയിലും അവിയലും വെച്ചു. എന്നിട്ടും പട്ടിണി കിടന്നു. ദിലീപിനോടുള്ള സ്നേഹം കൊണ്ടാണ് മഞ്ജുവിനെ ഞാൻ എതിർത്ത് പറയുന്നതെന്ന് പറയും. ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പേര് വിളിക്കണമെന്നില്ലേ? ഇനി അങ്ങോട്ട് ഈ ഇൻഡസ്ട്രിയിൽ ഭരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും മുൻനിരയിൽ വരാൻ പോകുന്ന ഒരു 5 നടന്മാരുടെ പേര് നോക്കിയാൽ ചേട്ടൻ ആരെയൊക്കെ ആയിരിക്കും ചൂസ് ചെയ്യുക? അതൊരിക്കലും ഇതൊരു സർക്കിളാണ്. 2 പടം വീണാൽ നമ്മൾ ഈ 1ാം സ്ഥാനം പറയുന്നവൻ 5ാം സ്ഥാനത്താവാം. ഈ 5 പേരും തള്ളിക്കൊണ്ട് 6ാമൻ ഒരുത്തൻ ഒരു പടം കൊണ്ട് വരാം. ലോക എന്ന് പറഞ്ഞ പടം നമ്മൾ ആരെങ്കിലും വിചാരിച്ചാണ് ഇങ്ങനെ 100-300 കോടി കളക്ട് ചെയ്യും. അല്ലെങ്കിൽ നസ്ലിൻ എന്ന് പറഞ്ഞൊരു പയ്യനില്ലേ, ഒരു സിനിമയുടെ ഗ്ലാമറും ഇല്ലാത്ത ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്ന പയ്യനാണ്. അവൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് എന്താ? പക്ഷേ എങ്കിലും ചെയ്യുന്ന വേഷങ്ങൾ വെച്ച് നോട്ടബിൾ ആവാവുന്ന ഈ ബേസിലൊരു കോഴിക്കച്ചവടക്കാരനായിട്ട് കോഴി ഫാം നടത്തുന്ന ഭാര്യ ചവിട്ടിക്കൂട്ടി എന്താ ജയ 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 അത് കണ്ടോണ്ടിരുന്നിട്ടേ അതിശയപ്പെട്ടു ഞാൻ. ഇയാൾ ഈ മേശയുടെ ഒരു അയാളെ ആ സ്റ്റാർഡം ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒരു നായിക ചവിട്ടി കൂട്ടുക എന്ന് പറഞ്ഞല്ലേ. അങ്ങനെ പറയുകയാണെങ്കിൽ ബേസിൽ നല്ല ഭാവിയുള്ള ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരാളാണ് ടൊവിനോ. വ്യത്യസ്തമായ വേഷങ്ങൾ ഈ പടത്തിൽ തന്നെ. എൻ്റെ നാട് ശാന്തിവിളയ്ക്ക് തൊട്ടടുത്ത സ്റ്റോപ്പാണ് വെള്ളായണി. വെള്ളായണി ശ്രീജിത്ത് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഇത് തിരുവനന്തപുരത്താണല്ലോ സബ്ജക്റ്റ് നടക്കുന്നത്. അപ്പോൾ ആ ടൊവിനോ ഓരോ പടം നമ്മൾ നോക്കിയാലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, എമ്പുരാനിൽ ചെയ്യുന്ന വേഷമല്ല ഇതിൽ ചെയ്യുന്നത്. ഇതുപോലെ ഓരോ പടത്തിലും വ്യത്യസ്തമാണ്. മറ്റേ ആദിവാസികളുടെ ഈ അടുത്ത കാലത്തൊരു പടം വന്നല്ലോ, ആ പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന പോലീസുകാരൻ നരിവേട്ട. ഓരോ പടവും അയാൾ വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യിച്ചെടുക്കാൻ കഴിയുന്ന ഒരാളാണ് നിവിൻ പോളി. ഇവരിലൊന്നും പെടാത്ത ആളാണ് വിനീത് ശ്രീനിവാസൻ. പിന്നെ നമ്മൾ ഈ എന്നെ ഞെട്ടിപ്പിച്ചതാണ് ഇയാൾ മോഹൻലാലിൻ്റെ മകൻ എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഇയാൾക്ക് ഉള്ളൂ. ഇയാളുടെ ഒന്നും വരില്ല. കാരണം ഒന്നാം അയാൾക്ക് താല്പര്യമില്ല. ഈ അടിച്ചതിന് വേണ്ടി കരയും പോലെ അഭിനയിക്കുന്നതാണെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരാളാണ് പ്രണവ്. അയാളെ ഡെയ്സർ എന്ന് പറഞ്ഞൊരു പടം വന്നില്ലേ, എന്താ ചെയ്ത് കൂട്ടിക്കുന്ന അയാൾ. പിന്നെ ദുൽഖറിനൊക്കെ നമുക്ക് വിടാം, കാരണം അയാൾ പാൻ ഇന്ത്യൻ നടനായി മാറി തെളിയിച്ചു. ഇങ്ങനെ പറയാമെന്ന് തുടങ്ങിയാൽ കുറേ പേരില്ലേ. ഇവരെല്ലാം അസറ്റാണ് മലയാള സിനിമയ്ക്ക്. പഞ്ഞമൊന്നും ഉണ്ടാവില്ല. നമ്മൾ എന്താ പറയുക, മോഹൻലാലും മമ്മൂട്ടിയും ജയറാമും ദിലീപും ഒക്കെ പോയാലും അടുത്ത ജനറേഷൻ ഓക്കെയാണ്, ഞങ്ങൾ റെഡി അങ്ങനെ നിൽപ്പുണ്ട്. അതുകൊണ്ട് മലയാള സിനിമയുടെ ഭാവി നമ്മൾ സത്യമാഷ് വരച്ചും പറഞ്ഞില്ലേ, ഇനി മലയാള സിനിമ എങ്ങോട്ട് പോകും? മോഹൻലാലോ ഭരത് ഗോപിയോ നെടുപടിയാണോ ഒരു നമ്മളാരെങ്കിലും വിചാരിച്ചാണോ? ജവഹർലാൽ നെഹ്റു മരിച്ചപ്പോൾ ഇന്ത്യ തീർന്നു എന്ന് പറഞ്ഞില്ലേ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മരിച്ചിട്ട് വർഷം അത്രേ. EMS പോയതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർന്നില്ലേ എന്ന് പറഞ്ഞില്ലേ? AKG മരിച്ച പോലെ ഇനി ആര് ഈ ചുവപ്പ് കൊടി പിടിച്ചുകൊണ്ട് നടക്കുമെന്ന് ചോദിച്ചില്ലേ? അത് കാലത്തിൻ്റെ ഒരു മാറ്റങ്ങളുണ്ടാവുന്നേ ഉള്ളൂ. കരുണാകരൻ ഇന്ന് ഇരിക്കുന്നിടത്ത് VD സതീശൻ വരുമെന്നേ ഉള്ളൂ. അത് പ്രശ്നമാക്കണ്ട. അതിങ്ങനെ ഈ ജനറേഷന് VD സതീശനാണ് നല്ലത് എന്ന് വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ മുകുന്ദേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്ന, ഞാൻ ജീവിതത്തിൽ രാഷ്ട്രീയത്തിലുള്ള ഒരാളുടെ കാലയെ തൊട്ട് തൊഴിച്ചിട്ടുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാരനെ ഞാൻ മൂന്തോട്ടൻ എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കാലിൽ തൊട്ട് തൊഴിൽ. എനിക്കിഷ്ടമാണ് ആ മനുഷ്യനെ. ഒരു സന്യാസി തുല്യനായ, മക്കളൊന്നുമില്ല, മൊത്തം രാഷ്ട്രീയം അല്ലെങ്കിൽ മൊത്തം ഒരു ഹൈന്ദവ സംഘടനയ്ക്ക് വേണ്ടി നടക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കാലം തൊട്ട് തൊഴിൽ ഞാൻ. അവിടെ സുരേന്ദ്രൻ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എന്തോ നടക്കുന്നു എന്ന് പോലും അറിഞ്ഞിടാത്ത ഒരുത്തൻ കേരളം ഭരിക്കുന്നില്ലേ BJPയുടെ നേതാവായിട്ട്. അത് കാലത്തിനനുസരിച്ച് അങ്ങനെ പുതിയ പുതിയ ജനറേഷൻ വരും, അങ്ങനെ വിചാരിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ പ്രണവ് മോഹൻലാലിൻ്റെ ഒക്കെ കാര്യം പറയുമ്പം ബോളിവുഡിൽ പൊതുവെ ഉണ്ടായിരുന്നൊരു വിമർശനമാണ് നെപ്പോട്ടിസം കാരണം താരങ്ങൾക്ക് വളരാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ മലയാള സിനിമയിൽ നെപ്പോട്ടിസം സിനിമകളുടെ ക്വാളിറ്റി കൂട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇവരെല്ലാം കൂടി ഈ പറഞ്ഞ് തലപ്പത്തിക്കുന്നവരെ തുലയ്ക്കും എന്നാണ് എനിക്ക് തിരിച്ചാൽ തോന്നിയത്. മനസ്സിലായില്ലേ? ഓരോ സിനിമ കഴിയുമ്പോഴേ നമുക്ക് മമ്മൂട്ടിയും മോഹൻലാലിനൊന്നും ആവശ്യമില്ലാതെ വരും. കാരണം പുതിയ ജനറേഷൻ അത്ര ശക്തമാണ്. കാണുന്നത് ഞാനിപ്പോൾ ശിവകുമാരൻ തമ്പി സംവിധാനം ചെയ്ത അമ്മയ്ക്കൊരു താരാട്ടില്ലേ,
ഞാൻ ഡയറക്ടറായ ശേഷം അസോസിയേറ്റ് ഡയറക്ടറായ അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പടം ചെയ്യണമെന്നുള്ളതുണ്ട്. ഞാൻ ആ പടത്തിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ സാറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സാറേ 82 വയസ്സായ മധു സാറും 70 വയസ്സായ ശാരദാമ്മയും 75 വയസ്സായ സംവിധായകൻ ശ്രീകുമാരൻ തമ്പി സിനിമ കാണാനുള്ളവർ ഇപ്പോൾ തിയേറ്ററിൽ വരുന്നില്ല, വീട്ടിൽ ഇരുന്ന് TV കാണുന്നേ ഉള്ളൂ. അതുകൊണ്ട് സൂക്ഷിക്കണം. ഈ പടത്തിൽ ലക്ഷ്മി ഗോപാലസ്വാമിയും സുരാജ് വെഞ്ഞാറമ്മൂടും അടക്കമുണ്ട്, സായികുമാറൊക്കെ. അവരുടെ സീനുകൾ കൂട്ടാതിരിക്കുകയും മധുവിൻ്റെയും ശാരദയുടെയും സീനുകൾ കൂട്ടുകയും ചെയ്താൽ കാണാൻ ആളെ കിട്ടില്ല. അപ്പോൾ തമ്പി സാർ എൻ്റെ പറഞ്ഞു, എൻ്റെ സ്റ്റോറി ടെല്ലിങ് നിങ്ങൾക്കറിയില്ല, നിങ്ങൾ പടം വരുമ്പോൾ കണ്ടു നോക്കും. ഞാൻ ശശികുമാറിൻ്റെ കളരിയിൽ നിന്ന് വന്നതാണെന്ന് എൻ്റെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ശശികുമാർ ഇപ്പോൾ ചെയ്താൽ പടം ഓടില്ല. ശശികുമാർ സാർ ചെയ്യുന്ന 9 ദിവസം കൊണ്ട് എടുക്കുന്ന സിനിമയല്ല ഇപ്പം മലയാള സിനിമ. പക്ഷേ പുള്ളി കേട്ടില്ല. ആദ്യ ഷോ ഹോൾഡ് ഓവറായിപ്പോയി. ഞാനും എൻ്റെ മകനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ആദ്യ ഷോയ്ക്ക് തിയേറ്ററിൽ പോയി നിൽക്കുകയാണ്. ഞാനും കൂടെ വർക്ക് ചെയ്ത പടമല്ലേ. ആദ്യത്തെ ഷോ ഹോൾഡ് ഓവറായി. അതാണ് മലയാള സിനിമയുടെ ഇപ്പോഴത്തെ അവസ്ഥ. കാരണം തിയേറ്ററിൽ വരുന്നത് 25-30 വയസ്സിന് താഴെയുള്ളവർ മാത്രമേ തിയേറ്ററിൽ വരുന്നുള്ളൂ. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ. മോഹൻലാലിന്റെ ഒരു സിനിമ അതാണ് പറഞ്ഞത്. അത് സത്യനന്ദിക്കാരനെ പോലെ ജോഷി സാറിനെ പറഞ്ഞതുപോലെ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒരു കൺസെഷൻ മലയാളി കൊടുത്തിട്ടുണ്ട്. അവരങ്ങനെ എന്താ പറയുക, മലയാളിയുടെ മനസ്സിൽ അങ്ങനെ ഇടിച്ച് കയറിയ കാരണം അവരെന്ത് ചെയ്താലും കാണാൻ ആൾക്ക് ഇഷ്ടമാണ്. അല്ലെങ്കിൽ ബസ്സൂക്ക പോലുള്ള സിനിമകളൊക്കെ മമ്മൂക്ക വന്ന് മസിൽ പിടിച്ച് ചുരുട്ടും കുടിച്ചോണ്ട് നിന്നാലേ ആളുകൾ തള്ളിക്കളയണ്ടല്ലേ. പക്ഷെ അതല്ല, എന്താ പ്രമേയവും നമുക്ക് മലയാളത്തിൽ വേറൊരു നടനെ ചിന്തിക്കാൻ പറ്റുമോ? ആ മനുഷ്യൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ എന്താ പറയുക, ഓസ്കാറിൻ്റെ അവിടുത്തെ ലൈബ്രറിയിൽ സൂക്ഷിക്കുന്നു. മത്സരത്തിലല്ല, അവിടെ ലൈബ്രറിയിൽ സൂക്ഷിക്കുന്നു ഈ പടം വരും തലമുറയ്ക്ക് കാണാൻ. വരും തലമുറയിലെ ഏത് രാജ്യത്തുള്ളവരാവട്ടെ അവർക്ക് കാണാനായിട്ട് ഓസ്കാറിൻ്റെ അവിടെ ഓഫീസിൽ ആ പടം മലയാള പടം സൂക്ഷിക്കുന്നെങ്കിലേ അത് തീർച്ചയായിട്ടും അത് മമ്മൂട്ടി അർഹിക്കുന്നതാണ്. മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ ഈ ഒരു ജേണി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതൊരിക്കലും നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന ഒരാളല്ല. അദ്ദേഹത്തിന് അസുഖം വന്നു, പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നമുണ്ട്, പ്രായത്തിൻ്റെ പ്രശ്നമുണ്ടൊക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയെ പോലുള്ള ഒരാളിനെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുന്നതല്ല. മമ്മൂട്ടി മോഹൻലാലിനെ അങ്ങ് വിടാം. അവരെപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇതാണ്, അതായത് പുതിയ ജനറേഷനുമായിട്ടൊരു മത്സരത്തിലൊന്നും അവരെ പെടുത്തണ്ട. കാരണം എപ്പോൾ അവരിൽ നിന്നൊരു അത്ഭുത തുടരും പോലൊരു സിനിമ, എത്ര സിനിമയിൽ പറഞ്ഞ കഥയാണില്ലേ. പക്ഷെ നമ്മൾ മോഹൻലാലിൻ്റെ കൂടെ കരഞ്ഞില്ലേ, അത് മോഹൻലാൽ ഉണ്ടാക്കിയെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഇമേജാണ്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഈ പടം ഒരു സാധാരണ പടമായിട്ട് മാറാവുന്നതാണ് മോഹൻലാൽ ഇല്ലെങ്കിൽ. ആ വേഷം വേറെ ആരെങ്കിലുമൊക്കെ നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ ഔട്ടായി നിൽക്കുന്ന ആരെങ്കിലും വെച്ച് ആ പടം ചെയ്തിരുന്നെങ്കിൽ ആലോചിക്കുക, രഞ്ജിത്തിൻ്റെ കട്ടയും പടം മടങ്ങിപ്പോയെന്നെ. അത് മോഹൻലാൽ കരയുമ്പോൾ അല്ലെങ്കിൽ മോഹൻലാൽ ഇങ്ങനെ ചാടി വരുമ്പോഴേ അത് നമ്മുടെ മനസ്സിലേക്കാണ് അയാൾ ചാടി വരുന്നത്. അത് മമ്മൂട്ടിക്കുമുണ്ട്. അത് അവർ വല്ലാത്ത ഒരു ജനപ്രിയത ഉണ്ടാക്കിയെടുത്തത്. അത് ഇന്നലെ കൊണ്ടല്ല, ഇപ്പോഴത്തെ നായകന്മാരെ പോലെയല്ല. അവർ ഗ്രാജുവലായിട്ട് ചെയ്ത് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു, വലിയ വേഷങ്ങൾ ചെയ്തു, വില്ലൻ വേഷങ്ങൾ ചെയ്ത് രണ്ടാം നായകനായി മൂന്നാം നായകനായി ഒക്കെ പോയി നമ്മളെ മനസ്സിലേക്ക് അങ്ങ് ഇടിച്ചു കയറിയതാണ്. അവർക്ക് രണ്ടുപേർക്കും നമ്മളതുകൊണ്ട് തന്നെ മാർക്കിടാതിരിക്കാം. അതല്ല, ഇപ്പം മമ്മൂട്ടിയുടെ ഈ പ്രതിനായക വേഷങ്ങൾ കാണുമ്പം മുമ്പ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ അത് കുറച്ചും കൂടി ഭയങ്കര അത്ഭുതമായിട്ട് കൗതുകമായി പോവില്ലേ നമുക്ക് കാണുമ്പോഴേ. ഇപ്പോൾ കളങ്കാവൽ എന്നൊക്കെ പറഞ്ഞ പടത്തിൽ ഈ വിനായകനെ പോലെ ഒരു തന്നെ നായക വേഷം കൊടുത്തിട്ട് അതിൽ വില്ലൻ വേഷം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെ ഭയങ്കര ചങ്കൂറ്റുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് പ്രമേയവും. ഇതുപോലുള്ള നെഗറ്റീവ് ഫ്ലേവറുള്ള ക്യാരക്ടറുകൾ ഈ പ്രായത്തിലും അദ്ദേഹം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അണ്ടർലൈൻ ഇട്ട് പറയുന്നു, ഈ പ്രായത്തിലും ചെയ്യുന്നു പറയുമ്പോൾ തീർച്ചയായിട്ടും അത്ഭുത പ്രതിഭാസങ്ങളാണ് ഈ രണ്ടും. നമ്മൾ നസീർ സാറ് 60 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛനായി തുടങ്ങി. അച്ഛൻ്റെ വേഷം 50-55 വയസ്സൊക്കെ ആയപ്പോൾ തേന്മയുമ്പോൾ വന്നപ്പോഴേക്കും അദ്ദേഹം മോഹൻലാലിനൊക്കെ പതുക്കെ മാറിക്കൊടുത്തില്ല. ആട്ടക്കലാശം എന്ന് പറഞ്ഞ പടത്തിൽ മോഹൻലാൽ അനിയനായ നായകൻ നസീർ സാറാണ്, പോലീസ് ഓഫീസറാണ്. പക്ഷേ ഡോക്ടറായ അനിയന് വിട്ടുകൊടുത്തിട്ട് ക്യാരക്ടറിൽ നായാട്ടിൽ ജയൻ്റെ ഒരു എർത്ത് പോലെ ആയിപ്പോയില്ലേ മുസ്ലിം ക്യാരക്ടർ. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഹിന്ദിയിൽ പ്രാൺ ചെയ്ത വേഷമാണ്. അമിതാഭ് ബച്ചൻ ചെയ്ത വേഷം ജയൻ ചെയ്യുമ്പോൾ പ്രാൺ ചെയ്യുന്ന വേഷം ചെയ്ത് നസീർ സാർ ഒതുങ്ങിപ്പോയ ആളാണ്. നമ്മൾ നിത്യഹരിത നായകൻ എന്ന് പറയുമെങ്കിലും വാസ്തവത്തിൽ നിത്യഹരിത നായകൻ അപ്പുറം ഒരു വാക്ക് പറയാമെങ്കിൽ അതാണ് മമ്മൂട്ടിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അത് അവർ രണ്ടുപേരും അങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ലതാ മങ്കേഷ്കറിന് 60 വയസ്സായപ്പോഴേ അവർ പാട്ട് നിർത്തണമെന്ന് പറഞ്ഞ ആളാണ് യേശുദാസ്. അദ്ദേഹം ഏതാണ്ട് 80 വയസ്സ് വരെ പാടി. അദ്ദേഹം അതെടുത്തില്ല ആ മാനദണ്ഡം. ഞാൻ ലതാ മങ്കേഷ്കറിനെ കുറിച്ച് 60 വയസ്സിൽ ഗാനകോകുലം പാട്ട് നിർത്തണം, ഇനി സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണമെന്ന് പറഞ്ഞ ഞാൻ 80-ാം വയസ്സിലും പാടുന്നുവെന്ന് ഒരിക്കലും അദ്ദേഹം ഹോംവർക്ക് ചെയ്തില്ല. അതാണ് ഞാൻ പറയുന്നത്, ഈ വിരൽ നിങ്ങളെ ഞാൻ ചൂണ്ടുമ്പോൾ ബാക്കി വിരൽ എന്നെയാണ് ചൂണ്ടുന്നതെന്നുള്ള ബോധമില്ലാത്തതാണ് അന്നങ്ങനെ പറഞ്ഞത്. പക്ഷേ ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാം, 80-ാം വയസ്സിലും പരമ ബോറായി അദ്ദേഹം പാടുമ്പോഴും അതിനേക്കാൾ ബോറന്മാരാണ് മറ്റ് പാട്ടുകാർ. മനസ്സിലായില്ലേ? തൊണ്ടയ്ക്ക് ജലദോഷം വന്ന പോലത്തെ ശബ്ദങ്ങളാണല്ലോ ഇപ്പോൾ പാടുന്നതെല്ലാം.
മലയാളം അറിഞ്ഞിടാത്തവന്മാരും എല്ലാം കൂടെ ചേർന്ന് പാട്ടിനെ നശിപ്പിച്ചല്ലോ. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ദാസേട്ടാ നിങ്ങൾ 80 അല്ലാതെ നിങ്ങൾ 90 ആകുമ്പോഴും പാട്. കാരണം നിങ്ങൾ ഇത്രയും കർണകഠോരമായ ശബ്ദത്തിൽ പാടിയാൽ നിങ്ങളെ നമുക്ക് ഇഷ്ടമാണ്. കാരണം ഈ പുതിയ ജനറേഷനിലെ മണ്ടന്മാർ പാടുന്നതിനേക്കാളും മനോഹരമാണ് നിങ്ങൾ പാടുന്നത്. പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവും. കുറച്ച് ഉണ്ടാവും. എൻ്റെ വീട്ടിലോ എൻ്റെ കാറിലോ ഞാൻ യേശുദാസിനെ അല്ലാതെ ആരെയും പാട്ടിടില്ല. ഏറ്റവും കൂടുതൽ ഞാൻ വിമർശിക്കുന്നതും ദാസേട്ടനെയാണ്. അപ്പം അത് ആ ശബ്ദം ഒരു വരദാനമാണെന്നേ. മലയാളത്തിൻ്റെ ഓരോ അക്ഷരത്തിന് എന്തർത്ഥം വരുമെന്നുള്ളത് അറിഞ്ഞു പാടുന്ന ദേവരായ മാഷ് ട്യൂൺ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ അറിഞ്ഞു പാടുന്ന ഒരക്ഷരത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഒരു വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി പാടുന്ന ഒരു ഗായകൻ. ഇഷ്ടപ്പെട്ട ഗായിക ആരാണ് അപ്പോൾ? ആർക്ക്? എനിക്ക് ജാനകി അമ്മ. എനിക്ക് അവരാണ്. സുശീലമ്മ നല്ല പാട്ടുകാരാണ്. ജയചന്ദ്രൻ എന്നോട് ജയൻചേട്ടൻ എപ്പോഴും പറയുമായിരുന്നു നീ സുശീലമ്മയുടെ തമിഴ് മലയാള പാട്ടുകൾ കേട്ട് പഠിക്കണം. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ജാനകി അമ്മയാണ് ഇഷ്ടം. ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ നോക്കി ഇപ്പോൾ റീസെന്റ് ടൈംസിൽ വന്ന സിനിമകളിൽ അല്ലെങ്കിൽ നടിമാരെ നോക്കിയാൽ ഏറ്റവും മികച്ചതായിട്ട് നിൽക്കുന്നതായിട്ട് ആരെയൊക്കെ അത്? ഒന്നാമത്തെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഈ നടിമാരിൽ ഒരാളും ഐഡൻറ്റിറ്റി തെളിയിച്ചില്ല. നമുക്ക് ഫോട്ടോ കണ്ടാലേ അയ്യോ ഇത് ഇന്ന നടിയല്ലെന്ന് എനിക്ക് ചോദിക്കാനേ പറ്റുന്നില്ല. ഞാൻ കണ്ട പടങ്ങൾ പോലും നമ്മൾ മറന്നു പോകുന്നു. കാരണം അവർക്ക് സെറ്റ് പ്രോപ്പർട്ടിയുടെ വിലയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ഏറ്റവും അടുത്ത് ചോദിച്ചാൽ ഈ അപ്പുറത്തെ മുറിയിലുള്ള എന്താ സത്യേട്ടൻ്റെ മകൻ്റെ പടത്തിൽ അതിലഭിനയിച്ച റിയെ പറ്റി പറഞ്ഞു. അവൾ നല്ല കാര്യമാണ്. കാരണം അവൾ ആ ക്യാമറ ഫ്രെയിമിൽ അഭിനയിക്കണമെന്ന് തോന്നുന്നില്ല. അതുപോലെ ഈ ദർശനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ കരാട്ടെ മറ്റേ ചവിട്ടി കൊടുത്തില്ലേ മറ്റേ ബേസലിനിട്ട് ചവിട്ടിയെ ആ കുട്ടി എന്തുകൊണ്ടോ എനിക്കിഷ്ടമാണ്. പിന്നെ പ്രിയൻ്റെ മകൾ നല്ല പിന്നെ മിടിക്കുകയല്ലേ. അങ്ങനെ കുറേ പേരുണ്ട് അങ്ങനെ പറയാൻ തുടങ്ങിയാൽ. ഇപ്പോൾ ഓരോന്നായിട്ട് പോയി വെച്ചാൽ ഒരുപാട് പേരുണ്ട്. ഒന്നിനും ഒരു പഞ്ഞമില്ല. നമുക്കൊരു ജയഭാരതി നമുക്കൊരു ഷീലയും ഒരു ശാരദാമ്മി ഇല്ലെന്ന് വിചാരിച്ചോണ്ടാണ്. അവരതുപോലെയൊന്നും ഇനി പുതിയ ജനറേഷൻ എത്തൂല. അത് അവർക്ക് പറ്റി അതുപോലുള്ള വേഷങ്ങളും ഇല്ലല്ലോ. അതുകൊണ്ട് കെട്ടുകാഴ്ചകളല്ലേ കൂടുതൽ. ഇതിനിടയ്ക്ക് വന്നുപോയ ഒരുപാട് നടിമാരുണ്ടല്ലോ. നമ്മളിപ്പോൾ നോക്കിയാൽ മഞ്ജു വാര്യർ ഇപ്പോഴും ഇൻഡസ്ട്രിയിലുണ്ട്. ആ ഒരു സമയത്തുള്ള മീര ജാസ്മിൻ, ഭാവന, അതുപോലെ നവ്യ നായർ, അങ്ങനെ ഒരുപാട് സിനിമകൾ ഒരുമിച്ച് ചെയ്ത് നമ്മുടെ മനസ്സിലിടം നേടിയ ഒരുപാട് നടിമാരുണ്ടല്ലോ. അവരുടെയൊക്കെ ഒരു തിരിച്ചുവരവ്, രണ്ടാം വരവ് പക്ഷേ വേണ്ടത്ര ആഘോഷിക്കപ്പെടുന്നില്ല. അപ്പോൾ അതിനൊരു കാരണമായിട്ട് എന്തായിരിക്കും തോന്നുന്നത്? അവരെ മടുത്തതുകൊണ്ട് മടുത്തു പോകണം. നിങ്ങളിപ്പോൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്നല്ലേ ദിലീപിൻ്റെ അല്ല മഞ്ജു വാര്യർ പറയണേ. അപ്പോൾ ദിലീപിൻ്റെ കാര്യങ്ങളോട് ചർച്ച ചെയ്തുകൊണ്ട് പറയും ആ ദിലീപിനോടുള്ള സ്നേഹം കൊണ്ടാണ് മഞ്ജുവിനെ ഞാൻ എതിർത്ത് പറയുന്നതെന്ന് പറയും. ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പേര് വിളിക്കണമെങ്കിലേ തെലുങ്കിലൊരു വിജയശാന്തി ഉണ്ടായിരുന്നു. അവർ യൂണിഫോം ഇട്ടൊരു പടത്തിൽ വന്നാൽ അത് 100 ദിവസമാണ്. അവരാണ് ലേഡി സൂപ്പർ സ്റ്റാർ. ഹിന്ദിയിലാണെങ്കിൽ ഒരുപാട് പേര് വന്നെങ്കിലും എനിക്ക് രേഖയോടാണ് ഭയങ്കര ഇഷ്ടമുള്ള രേഖ മേഡത്തോട്. 72 76 വയസ്സായി. അമിതാഭ് ബച്ചൻ്റെ കാമുകി. അവരെയാണ് എനിക്കിഷ്ടം ഹിന്ദിയിൽ. അവരിപ്പോഴും ഏതെങ്കിലും സ്റ്റേജിൽ വരുമ്പോൾ നോക്കി 35 വയസ്സ് പറയില്ല. 35 വയസ്സ് പറയില്ല. 6 തമ്പുരാന് മുമ്പാണോ അതിന് ശേഷമാണോ കന്മതമെന്ന് എനിക്കറിയില്ല. 6 തമ്പുരാനും കന്മതത്തിന് ശേഷം ഒരു കുന്തവും അവർ കാണിച്ചില്ല. സമ്മറിൻ ബത്തലേഹം പോലുള്ള കെട്ടുകാഴ്ചകളിലാണ് അവർ പിന്നെ അഭിനയിച്ചത്. അതൊന്നും ഒരു ആക്ട്രസ് എന്നുള്ള നിലയ്ക്ക് ഞാൻ അംഗീകരിക്കുന്നതല്ല. എന്നാൽ ചിലരെല്ലാം ഈ നവ്യ നായർ ഈ ഇടയ്ക്ക് നന്ദനത്തിന് ശേഷം നവ്യ നായർ നോട്ടബിളായ ഒരു പടം ഈ അടുത്ത സമയത്ത് വന്നു. നല്ല പടമായിരുന്നു. അതെ വന്നു. അതുപോലെ ഈ മോഹൻലാൽ 4-5 ചട്ടമ്പികളും കൊച്ചിയിലെ ഒരു പടം ഉണ്ടല്ലോ, ചോട്ടാ മുംബൈയിലെ നായികയായിട്ട് എന്ത് രസമായിട്ടാണ് ഭാവന ചെയ്തേക്കണേ. ആട്ടോ ഡ്രൈവറായിട്ട് നല്ല രസമല്ലേ അതിൽ. കാരണം ആ കഥാപാത്രങ്ങൾക്കെല്ലാം പറ്റിയ ആളാണ് അവളുടെ ക്യാരക്ടർ. നന്നായിട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ മീര ഒരുപാട് കാലം നിൽക്കുമെന്ന് വിചാരിച്ചൊരു നടിയാണ്. അവരെ കസ്തൂരിമാനൊക്കെ കാണുമ്പോൾ ഞാൻ കരുതി ഒരുപാട് കാലം അല്ലെങ്കിൽ പെരുമഴക്കാലമൊക്കെ കണ്ടപ്പോഴേ ഒരുപാട് കാലം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഇത് പോയി, ചാമിങ് പോയി. അപ്പോൾ അവരെന്തും ചെയ്യാനായിട്ട് ഏത് വേഷം ചെയ്യാമെന്ന് നടക്കും. പക്ഷെ നോട്ടബിളല്ല. അതുകൊണ്ട് തന്നെ ആ ജനറേഷൻ അത് സൂക്ഷിച്ചു വെച്ചില്ല, അവരുടെ കഴിവുകളെ സൂക്ഷിച്ചു വെച്ചില്ല. ഇപ്പോൾ റീസെൻറ്റ് ടൈംസിൽ ചേട്ടൻ കണ്ട സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാണ്? ഈ സത്യനന്ദിക്കാരൻ്റെ മകൻ്റെ പടം. എൻ്റെ ഭാര്യ പറഞ്ഞത് രണ്ടാമതൊന്നും കൂടെ കാണാമെന്നാണ്. നമുക്ക് ഒരു ദിവസം കൂടെ പോകാമെന്ന്. കാരണം അവരങ്ങനെ കാണണമല്ലോ. ഒരു പടം കണ്ടാൽ വീണ്ടും കാണണമെന്ന് പറയാത്ത ആളാണ്. ഒന്നുകൂടെ നമുക്ക് പോയി അത് കാണാം എന്ന് പറഞ്ഞു. ബബ്ബ ആദ്യ ഷോ കാണണമെന്ന് പറഞ്ഞ് ആദ്യ ദിവസം കാണണമെന്ന് വാശി പിടിച്ച ആളാണ്. അവരങ്ങനെ വാശി പിടിക്കുന്ന ആളല്ല. ഞങ്ങൾ തിരക്ക് പറയുമ്പോഴേ പോകുള്ളൂ. ബഹളം ഇഷ്ടമല്ല തിയേറ്ററിൽ. പക്ഷേ ബബ്ബ ആദ്യ ഷോ കാണണമെന്ന് പറഞ്ഞ് ഞങ്ങൾ രാത്രി 12 മണിക്കുള്ള ഷോയ്ക്ക് പോയി കണ്ടു. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞു എൻ്റെ കേട്ട് പോകാൻ പോകുന്നു. സഹിക്കാൻ പറ്റില്ല. അത് എന്ത് അടിസ്ഥാനത്തിൽ ദിലീപ് ചെയ്തു എന്ന് എനിക്കറിയില്ല. നമ്മൾ ചിലപ്പോൾ ചോദിച്ചാൽ അയാൾ പറയും ചേട്ടന് പുതിയ ജനറേഷൻ അറിഞ്ഞൂടാത്തതാണ്, അവർക്ക് വേണ്ടി ചെയ്തതാണെന്ന് പറയും. പക്ഷേ സത്യം ഞാനിപ്പോഴും വിചാരിക്കുന്നത് CID മൂസ പോലുള്ള കുഞ്ഞിക്കുനം പോലെ പറക്കം തെളിയ പോലുള്ള സിനിമകൾ ചെയ്താൽ
ദിലീപിന് ഇനിയൊരു സ്പേസ് കൂടെ ഉണ്ടാക്കാം. അല്ലാതെ ഇതുപോലുള്ള സിനിമകൾ ചെയ്താൽ ബാന്ദ്ര എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം വന്നല്ലോ, അതൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് ഭംഗി. അത് ദിലീപിനെ എതിർക്കുന്നവർ പറയുന്നത് കേരള സമൂഹം അയാളെ അങ്ങ് തള്ളിക്കളഞ്ഞെന്നാണ് പറഞ്ഞത്. കമാരസംഭവം ഓടിയത് അവർ പറയുന്നില്ല, ജയിലിൽ കിടന്നോണ്ട്. കമാരസംഭവം അല്ല, രാമലീല ഓടിയത് ആരും പറയുന്നില്ല. അയാൾക്ക് ഇനി സ്പേസ് ഉണ്ട്. മലയാളത്തിൽ അങ്ങനെ ഒരു ഗുണമുണ്ടെന്നേ, നമ്മൾ 501 ബാർ സോപ്പ് വാങ്ങിക്കുക, അല്ലെങ്കിൽ സർഫ് വാങ്ങിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഗുഡ് നൈറ്റിൻ്റെ കൊതുകിരി വാങ്ങിക്കുമ്പോൾ തന്നെ വേറെ എത്രയോ കമ്പനികളുടെയും വിറ്റ് പോകുന്നില്ലേ. അതുപോലെ മലയാളത്തിൽ എല്ലാത്തിനും സ്പേസ് ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ സ്പേസ്. അത് യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കണം, അത്രേ ഉള്ളൂ. ദിലീപ് ഇനിയും സെലക്ട് ചെയ്താൽ ഇനിയും അയാൾക്ക് ഒരു 10 വർഷമൊക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റും നായകനായിട്ട്. സെലക്ട് ചെയ്യണം, അവിടെയാണ് പ്രശ്നം. ഇപ്പം ചേട്ടൻ ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും സിനിമയുടെ അല്ലെങ്കിൽ സിനിമ സെറ്റുകളിലൊക്കെ പോകുന്ന, ഇപ്പം ഷൂട്ടിങ്ങിന് കാര്യം പറഞ്ഞല്ലോ, അങ്ങനെ പോകുന്ന സമയത്ത് ശ്രദ്ധിച്ച മലയാള സിനിമയിൽ ഏറ്റവും വലിയൊരു മാറ്റം എന്താണ്? ഈ പറഞ്ഞൊരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം ചെറുപ്പക്കാരാണ്. ടെക്നോളജിക്കലിയാണ് ചോദിക്കുന്നത്. ടെക്നോളജി മൊത്തം മാറിയില്ലേ, നമ്മൾ ഫിലിം മാറിയപ്പോൾ തന്നെ എല്ലാം മാറിയില്ലേ, ഡിജിറ്റലിലേക്ക് പോയപ്പോൾ തന്നെ എല്ലാം മാറിയില്ലേ. പിന്നെ ഈ ദാരിദ്ര്യ സിനിമ എടുപ്പില്ലല്ലോ ഇപ്പോൾ. ഈ ഡേറ്റ് വാങ്ങിക്കാൻ പോകുമ്പോഴേ പറഞ്ഞതേ ഒരു ചെറിയ പടമാണ്. അങ്ങനെ സോമേട്ടൻ ഒരാളിനോട് ചോദിച്ചു, ഇൻ്റർവ്യൂ വരെ ഉള്ളോ അങ്ങനെ. ഇവരങ്ങനെയല്ല, ഇവർ നല്ല പ്രതിഫലം കൊടുത്ത് നല്ല പൈസ മുടക്കി ഫ്രെയിമുകൾക്ക് നല്ല എന്താ പറയുക വർണ്ണാഭമായ ഫ്രെയിമുകൾ ഒരുക്കി നല്ല പ്രോഡക്റ്റ് ചെയ്ത് നല്ല കളക്ഷൻ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നവരാണ് ഈ പുതിയ ജനറേഷനിലുള്ള. നമ്മളൊന്നും അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് 75 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ തന്നിട്ട് KM മാണി സാറിനെ കൊണ്ട് സ്വിച്ച് ഓൺ നടത്തിയിട്ട് സുകുമാര ഷാർജ അന്ന് രാത്രി ഷാർജയ്ക്ക് പോയതാണ്. പിന്നെ അദ്ദേഹം ബംഗ്ലാവിലൗദ കാണുന്ന തിയേറ്ററിലാണ്, ഒന്നിലും ഇടപെടാനില്ലായിരുന്നു. മൊത്തം ഭാരം നമ്മളെ തലയിലായിരുന്നു. അപ്പോൾ ആദ്യ സിനിമയിൽ തന്നെ പ്രൊഡ്യൂസറുടെ ജോലിയോടെ ചെയ്ത ആളാണ് ഞാൻ. അപ്പോൾ ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം എത്ര അസിസ്റ്റൻ്റ് ഡയറക്ടർമാർ, എത്ര അസിസ്റ്റൻ്റ് ക്യാമറമാന്മാർ, എത്ര പ്രൊഡക്ഷനിൽ തന്നെ. ഇപ്പം നേരത്തെ ഒന്ന് വാതിൽ ഓടുന്ന ആൾ അതിൽ ഏത് സെക്ഷൻ എന്ന് എനിക്കറിയില്ല, ഏതോ തലപ്പത്താണ്. എനിക്ക് ട്രെയിനിൽ പോകാനുള്ള ടിക്കറ്റിൻ്റെ കാര്യം പറയാനാണ് വന്നത്. കൺട്രോളർ മുതൽ അല്ലെങ്കിൽ എന്താ പറയുക കുറേ പോസ്റ്റുണ്ട് ഇപ്പോൾ. അങ്ങനെ സിനിമ സമ്പന്നമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 40 പേര് വർക്ക് ചെയ്ത്, എൻ്റെ ബംഗ്ലാവിൽ അതിൽ 50 പേര് കൂടുതൽ ക്രൂവിലില്ലായിരുന്നു തോന്നുന്നു. ഇവിടെ 150 കൂടുതൽ ക്രൂ തന്നെ ഉണ്ട്. അങ്ങനെ സമ്പന്നമാണ് സിനിമ. എടുക്കുന്നത് ഒന്നുകിൽ കോടികൾ നേടും, ഇല്ലെങ്കിൽ കോടികൾ പോവും. ഇതിൻ്റെ ഇടയിലുള്ള ഇല്ല, ആവറേജ് ഓടി എന്ന് പറയുന്നില്ല. അതൊരു മാറ്റമാണ് മലയാള സിനിമയിൽ. 300 കോടി എന്നൊക്കെ പറഞ്ഞാൽ എണ്ണാൻ പറ്റുമോ? നിങ്ങളുടെ ഫോണിലെ കാൽക്കുലേറ്ററിൽ കൂട്ടാൻ പറ്റും? 2 ഊണ് ഉണ്ണാൻ പറ്റില്ലല്ലോ. പറ്റുമോ ഈ 300 കോടിയുള്ള ആളിന്? ഉച്ചയ്ക്ക് 2 ഊണ് ഉണ്ണും, ഞാൻ 300 കോടി ഉള്ളവനാണ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അയ്യപ്പ ഹോട്ടലിൽ കയറി കഴിക്കും, അയാൾ താജിൽ പോയി കഴിക്കും. ആ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ. വലിയ ഹൈപ്പാണ് സിനിമയ്ക്ക്. ഇപ്പോൾ ഈ ഇറയിലെ ഇപ്പം ഈ ഒരു കഴിഞ്ഞ 10 വർഷം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംവിധായകൻ ആരാണ്? 10 വർഷത്തിനിടയിൽ അതൊരു വലിയ ബുദ്ധിമുട്ട്. കാരണം അങ്ങനെ മനസ്സിൽ തറച്ച് നിൽക്കുന്നത്. ഇപ്പോൾ ലാൽ ജോസ് എന്ന് പറയില്ലേ, ഇപ്പോൾ ഉദ്യാനപാലകളിൽ ഞാൻ ചെല്ലാത്തതിന് പകരമാണ് ലാൽ ജോസ് ചെന്നത്. ഞാൻ ഹരികുമാറുമായിട്ട് ഉടക്കിയതുകൊണ്ട് ഇനി വരില്ല എന്നൊക്കെ പറഞ്ഞ് പിണങ്ങിപ്പോയുണ്ട്. പിന്നെ അടുത്ത സിനിമ സ്വയംവരം തന്നെ ഞാനായിരുന്നു. എനിക്ക് പരമെന്നാണ് ലാൽ ജോസ്. അപ്പോൾ ലാൽ ജോസ് വന്ന് മീശമാധവനൊക്കെ ചെയ്ത്, മീശമാധവൻ ഇപ്പോൾ അതിലും ഞാൻ ഇരുന്ന് കാണും. അയാളുടെ 2ാം ഭാവം ഇപ്പോഴും കാണുന്ന ആളാണ്. എനിക്കിഷ്ടം അയാളുടെ ഏറ്റവും നല്ല പടങ്ങളിലൊന്നും 2ാം ഭാവമാണ്. അതുപോലെ പെട്ടെന്ന് പേരുണ്ടാക്കിയ സംവിധായകർ ചുരുക്കമാണ്. ലാൽ ജോസൊക്കെ ഉണ്ടാക്കിയ ഒരു ഐഡൻറ്റിറ്റി പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടില്ല പുതിയ ജനറേഷൻ. അവർ സിനിമ ചെയ്തു പോകുന്നു, ഓടുന്നു. ഇപ്പം നിങ്ങൾ DSRയുടെ സംവിധായകൻ്റെ പേര് വെച്ചാൽ എനിക്കറിയില്ല. അയാളുടെ അച്ഛനുമായിട്ട് നിരന്തരമായി സംസാരിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ എന്നെ വിളിക്കും, മകൻ ചെയ്യുന്ന അടുത്ത പ്രോജക്റ്റ് എന്താണ്, കാര്യങ്ങളൊക്കെ പറയും. സംവിധായകനെ എനിക്ക് പരിചയമില്ല, അയാളുടെ പേരും പരിചയമില്ല. അതാണ് പ്രശ്നം, മറന്നുപോകും. നമ്മൾ എഴുതി കാണിക്കുമ്പോൾ ത്യാഗരായ മാഷ് എന്ന് എഴുതി കാണിക്കുമ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ കൈയടിച്ചിട്ടുണ്ട്. IV ശശി എന്ന് എഴുതി കാണിക്കുമ്പോൾ കൈയടിച്ചിട്ടുണ്ട്. പത്മരാജൻ എന്ന് എഴുതി കാണിക്കുമ്പോൾ കൈയടിച്ചിട്ടുണ്ട്. അങ്ങനെ കൈയടിക്കാവുന്ന ഒരു സംവിധായകനും ഇപ്പോൾ ഇല്ലയെന്ന് ഞാൻ പറയും. ഒരാളുടെയും. എനിക്ക് തോന്നുന്നു ബേസലിൻ്റെ പോലും കൈയടിക്കുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം അങ്ങനെയല്ല ഇപ്പോൾ സിനിമ ആളുകൾ കാണണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കണം. ഞാൻ ചെയ്യുന്ന എല്ലാം നോട്ടബിൾ ആവുന്ന, തിരക്കഥ എഴുതിയ എല്ലാം ഹിറ്റാക്കിയ ആളല്ലേ പത്മരാജൻ, ലോഹിതദാസ്, MT എന്നൊക്കെ പറയുന്ന പോലത്തെ. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അങ്ങനെ പറയാൻ മാറ്റി നിർത്താവുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങേറ്റത്ത് രഞ്ജിത്ത് വരെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി വ്യത്യസ്തമായ സിനിമകളിലൂടെ. അങ്ങനെ ഒരു പറയാവുന്ന 10 വർഷത്തിൻ്റെ എൻ്റെ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ കുറേ പേരെ പേര് പറഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് ഒരാളെ പറയാം. എനിക്ക് പെട്ടെന്ന് എന്നെ കൊണ്ട് പറയാൻ കഴിയില്ല. അപ്പോൾ അത് എൻ്റെ സൈഡിൽ നിന്നുള്ളൊരു ഇതായി പോകും. ഇല്ല, അങ്ങനെയല്ല. 10 പേരെ പറയുമ്പോൾ നിങ്ങളുടെ സൈഡ് ആവുമല്ലോ. 10 പേരെ പറഞ്ഞാൽ അതിൽ നിന്ന് ഞാൻ ഒരാളെ. തരുൺമൂർത്തി അങ്ങനെയൊക്കെയുള്ള. തരുൺമൂർത്തി നല്ല സംവിധായകനാണ്, നല്ല സംവിധായകൻ. രസമായിട്ട് എടുക്കാൻ അറിയാം, നന്നായിട്ട് എടുക്കാം. ആകെ എനിക്ക് തോന്നിയത് ഇത്രയും സംവിധാനം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരു ഭാരിച്ച പണിയായിട്ടാണ് കരുതുന്നത്. ഭാരിച്ച പണിയാണ്.
അതിൽ ഏറ്റവും തൊട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആളാണ്. ഇയാൾ എങ്ങനെ ഈ തരമൂർത്തികാർ ഇതിൽ അഭിനയിച്ചു എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഇത്ര ക്യാഷ്വലായിട്ട് അത് കാണുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ മകൻ ഇരുന്ന് തുടരുള്ള പാട്ടുകളൊക്കെ ഇട്ട് കാണിക്കുമ്പോഴേ അതിലൊക്കെ ഇയാൾ മോഹൻലാലിൻ്റെ കൂടെ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കും ഇയാൾ സംവിധാനം ചെയ്യുന്നതിനിടയിൽ എങ്ങനെ ഇത് ചെയ്തു എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. മനസ്സിലായില്ല. നമുക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇത് ആലോചിച്ചേ എടുത്തത് ശരിയായോ, അതിലെന്തെങ്കിലും ഷോട്ട് കുറവുണ്ടോ, നാളെ റീടേക്ക് ചെയ്യണം, ഇങ്ങനെ പല ചിന്തകളായിരിക്കും. അതിനിടയിൽ അയാൾ ഉത്സവത്തിന് പോയാലാണ് ഡാൻസ് ചെയ്യുന്നത്. നല്ല സംവിധായകന, അയാൾ നല്ല സംവിധായകന. അതിലിപ്പോൾ എക്കോ മൂവിയൊക്കെ കണ്ടു. പിന്നെ മനോഹരമായ സിനിമയിൽ ആരും പ്രതീക്ഷിക്കാത്ത, അത് എനിക്ക് തോന്നുന്നു അർഹിക്കുന്ന പരസ്യമൊന്നും കൊടുത്തില്ല. അതിലാണ് അത് പറ്റിപ്പോയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അത് നന്നായിട്ട് ഓടി തന്നെ. പക്ഷെ OTT വന്നപ്പോഴത്തേക്കും പിന്നീട് കൂടുതൽ OTT വന്ന ഒരുപാട് പടങ്ങൾ. ഇപ്പോൾ എൻ്റെ സിനിമ ആദ്യ ദിവസം ഹോൾഡ് ഓവറായ പടം. കാരണം വിതരണത്തിൻ്റെ ഒരു പാളിച്ചയിൽ പലരും പറയുന്ന കാലം തെറ്റിയെടുത്തു എന്നാണ്. 10 വർഷം കഴിഞ്ഞെടുക്കണമായിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ വീട് വിറ്റ പോലെ തന്നെ ഉരുട്ടി പാപ്പനം കൊണ്ട് കൊണ്ടുവയ്ക്കാൻ ഒക്കില്ലല്ലോ. പക്ഷേ എൻ്റെ സിനിമ 88 പ്രാവശ്യമായിട്ട് മഴവിൽ മനോരമ കാണിച്ചു. എൻ്റെ സിനിമ കണ്ടവരെല്ലാം യൂട്യൂബിൽ ഈ ചാനലിലാണ് കണ്ടത്, തിയേറ്ററിലല്ല. അത് ചില സിനിമകൾക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ചകോരം എന്ന് പറഞ്ഞ പടം റിലീസ് ചെയ്തതിൻ്റെ അന്ന് കേരളം മുഴുവൻ അടപടി മഴയായിരുന്നു. അതോടുകൂടിയാണ് ആർട്ടിസ്റ്റ് ജ്വല്ലറി രാമേന്ദ്രൻ സിനിമ എടുപ്പ് നിർത്തിയത്. പൊളിഞ്ഞുപോയി. പക്ഷേ ഇത്രയും മനോഹരമായ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടോ, സിനിമയുണ്ടോ, ശാന്തികൃഷ്ണ മുരളി മനോഹരമായി ചെയ്ത സിനിമയാണ്. അത് സിനിമകളുടെ ഓരോ ജാതകങ്ങളുണ്ട്. അതിന് ഏറ്റവും നല്ല തെളിവാണ് ചകോരം. ആ സംവിധായകന് പിന്നെ വേണുവിന് പിന്നെ ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നല്ല സിനിമയാണ്. നമ്മൾ ഈ വെള്ളിയാഴ്ച തന്നെ സിനിമ റിലീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? അതിനെതിരെ നിങ്ങൾ എൻ്റെ ലൈഫ് ക്യാമറ ആക്ഷൻ നിരന്തരമായി കണ്ടാൽ മതി. ഞാൻ ഏതിലൊക്കെ വിശ്വസിക്കുന്നു ഏതിലൊക്കെ വിശ്വസിക്കുന്നില്ല എന്ന് കാണുന്നത് അത് കണ്ടാൽ മതി. കാരണം അത് മണ്ടന്മാർ മാത്രമേ അങ്ങനെ നിശ്ചയിക്കുമെന്ന് വിചാരിക്കുന്ന ആളാണ്. നമ്മൾ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയുള്ള പേപ്പർ വാങ്ങുന്നത് മുഹൂർത്തം നോക്കി വാങ്ങും. സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങുന്നതും നല്ല മുഹൂർത്തം നോക്കി. രാഹുകാലം അല്ലാത്തപ്പോൾ ചെയ്യും. രാഹുവിനെ ദൈവമായിട്ട് ആരും അംഗീകരിക്കുന്നില്ല, പാവം. അപ്പോൾ അടുത്ത് പാട്ട് റെക്കോർഡിങ്ങിന് ഒരു മുഹൂർത്തം നോക്കും. ആദ്യത്തെ ദിവസം ഷൂട്ടിംഗ് തുടങ്ങാൻ മുഹൂർത്തം നോക്കും. പാക്കപ്പിൻ്റെ അന്ന് ഒരു വലിയ കുമ്പളങ്ങ വാങ്ങിച്ച് കുങ്കുമൊക്കെ നിറച്ച് എല്ലാ സെറ്റിലുള്ളൊരു പൈസ അതിലിട്ടിട്ട് ആരും കാണാത്ത ഇരുട്ടത്തൊരിടത്തുകൊണ്ട് ഈ പൊട്ടിക്കും. നമ്മളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അടുപ്പ് പൊളിച്ചിരിക്കും. ഈ പൊട്ടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അപ്പം അല്ല എന്നുള്ളി പറക്കുമായിരുന്നു. പൈസ എടുക്കരുതെന്നാണ്. അടുത്ത് ഇത് ഡെവലപ്പ് ചെയ്തിട്ട് നെഗറ്റീവ് കട്ട് ചെയ്യുന്നത് മുഹൂർത്തം നോക്കിയിട്ടാണ്. ഡബ്ബിങ് തുടങ്ങുന്നത് മുഹൂർത്തം നോക്കിയിട്ടാണ്. റീ റെക്കോർഡിങ് തുടങ്ങുന്നത് മുഹൂർത്തം നോക്കിയിട്ടാണ്. സെൻസർ ചെയ്യുന്നത് മുഹൂർത്തം നോക്കിയിട്ടാണ്. എന്നിട്ട് രാഹുകാലത്ത് കൊണ്ടുവന്ന് റിലീസ് ചെയ്യും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക്. അതാണ് ഈ സിനിമയിൽ മണ്ടന്മാർ ചെയ്തിരുന്നത്. എന്നിട്ടത് സൂപ്പർ ഹിറ്റായ ഒരുപാട് സിനിമകളുണ്ട് ഇല്ലേ. ഈ ഇതൊക്കെ പറഞ്ഞു തരുന്നവന് അന്ന് എത്ര രൂപ വരുമാനം കിട്ടുമെന്ന് അവനറിയില്ല. അവനാണ് കണ്ടവൻ്റെ ഭാവി പറയുന്നത്. ആ ഒരു വ്യത്യാസം ഇതിൽ മനസ്സിലായില്ലേ. എനിക്കിന്ന് എത്ര വരുമാനം കിട്ടുമെന്ന് അറിഞ്ഞൂടാത്ത ഞാൻ നിങ്ങളുടെ ഭാവി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ അതിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെ കാണാൻ ചെല്ലുന്നവർക്കെല്ലാം പ്രശ്നങ്ങളുള്ളവർ മാത്രമേ ചുരുക്കും. അംബാനിക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് നാളെ കറണ്ടിന് പൈസ അടയ്ക്കാൻ ഇല്ലാതിരിക്കുന്ന അത്രയും ടെൻഷനുള്ളവരെ അതിന് പോവും. ആ പോകുന്നവനോട് പറയാനുള്ള കുറേ റെഡിമെയ്ഡ് കാര്യങ്ങൾ എല്ലാവരും ഓർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെ മനസ്സിനെ മതിക്കുന്ന ഒരു വിഷയമായിട്ടല്ലേ വന്നേ. അല്ല നിങ്ങളുടെ സംബന്ധം ആലോചിക്കാൻ വരുമോ? ഇങ്ങനെ നമ്മളെ പറ്റിക്കും. അതുകൊണ്ട് തന്നെ അത്തരം ഒരു കാര്യത്തിലും വിശ്വാസമുള്ള ആളല്ല ഞാൻ. എൻ്റെ ഭാര്യയെ ഞാൻ കല്യാണം കഴിക്കരുത് എന്നാണ് അവളുടെ അച്ഛൻ ജാതകം നോക്കിയ ചെന്നപ്പോൾ ജ്യോത്സ്യം പറഞ്ഞത്. അനുജന്മ നാളാണ്, സഹോദര സഹോദരി ബന്ധമേ ഉണ്ടാവുള്ളൂ, കഴിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു മോനും ഒരു മോളേ ഉള്ളൂ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഭാര്യയുടെ അച്ഛൻ. അപ്പോൾ വന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മണി അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കുക എന്ന് പറഞ്ഞാണ്. അപ്പോൾ എൻ്റെ ഭാര്യ കയറി വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 കറികളാണ് ഉള്ളിത്തീയലും അവിയലും. എവളെ മെരിക്കാനായിട്ട് അവളെ അമ്മ അന്ന് ഉള്ളിത്തീയലും അവിയലും വെച്ചു, എന്നിട്ടും പട്ടിണി കിടന്നു. അപ്പോൾ സിന്ധു എന്നോട് പറഞ്ഞത് അതിൻ്റെ മണം അടിക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ, ഞാൻ കരയായിരുന്നു ഈ ഉള്ളിത്തീയലും അവിയലും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷെ അവൾ എനിക്ക് വേണ്ടി ആ ഉള്ളിത്തീയലും അവിയലും വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഇപ്പം ഞാൻ എന്തെങ്കിലും വഴക്ക് പറയുമ്പോൾ എൻ്റെ പറയണം, എൻ്റെ ഉള്ളിത്തീയലും അവിയലും വേണ്ടാന്ന് വെച്ചാൽ എന്നെയാണ് അണ്ണ ഈ പറയണത്. ഞാൻ പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ 10-30 വർഷമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നു. ഒരു അനുജന്മ നക്ഷത്രത്തിൻ്റെയും ദോഷം എനിക്കുണ്ടായില്ല. എൻ്റെ അയൽവക്ക, ഞങ്ങൾ അയൽവക്ക. എൻ്റെ വീട്ടിൽ അവൾക്ക് 2-3 വയസ്സുള്ള, അവൾക്ക് 3-4 വയസ്സുള്ളപ്പോൾ, അവൾ അനിയന് 2 വയസ്സുള്ളപ്പോൾ അവർ വീട് വയ്ക്കുന്ന കാലത്ത് 3 വർഷം എൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചത്. അപ്പം മുതൽ എടുത്തുകൊണ്ട് നടന്ന കാലം മുതൽ പരിചയമുണ്ട്. അങ്ങനെ കിട്ടിയതാണ്. അപ്പോഴും കുട്ടി മനസ്സിൽ പ്രേമിച്ചതായിരിക്കും എന്ന് വിചാരിക്കണ്ട. ഞാൻ 100% DYFIയുടെ പ്രവർത്തകനും സിനിമാക്കാരനുമായിട്ട് വിവാഹം കഴിക്കാതെ ജീവിക്കണം എന്ന് വിചാരിച്ച ആളാണ്.
സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഇവളുടെ ഇങ്ങനത്തെ ഒരു ആലോചന വരികയും അതിന് ഞാൻ ജീവിത രാഘവം എന്നുള്ള പടത്തിന് കൽപ്പറ്റയിലുള്ള അപ്പോൾ അമ്മ കത്തയക്കുകയും ഇങ്ങനെ സിന്ധുവിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു എന്നുണ്ട്. അമ്മ നമുക്കറിയാവുന്ന കുട്ടിയില്ല, അമ്മ മുമ്പോട്ട് പോട്ടെ എന്നുണ്ട്. അങ്ങനെ കിട്ടിയത്. അപ്പോൾ വീട്ടുകാർക്ക് താല്പര്യമില്ലാതെ ആലോചന വന്നോ? വീട്ടുകാർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ ഒരു മോളല്ലേ ഉള്ളൂ. അവൾ പിടിവാശി പിടിച്ചപ്പോൾ ചോദിക്കാതിരിക്കാൻ നിർത്തിയില്ല. അങ്ങനെ അവളുടെ അമ്മ മാർക്കറ്റിൽ പോകുമ്പോൾ എൻ്റെ അമ്മയായിട്ട് പോകുമ്പോൾ അവൾക്ക് ആലോചനയൊക്കെ വരുന്നില്ല, കല്യാണപ്രായം ആയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആലോചനകളൊക്കെ വരുന്നുണ്ട്. പട്ടാളക്കാരൻ വരുന്നു, പോലീസുകാരൻ വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ആളുകളുടെ പേരൊക്കെ പറഞ്ഞു, ഇന്ന ആളുകളൊക്കെ ആലോചിച്ചു. പിന്നെന്താ അതിൽ ആരും അയക്കാത്ത? അവൾ നല്ല സുന്ദരിയല്ലേ, അവളെ ആര് കണ്ടാലും മോഹിക്കില്ലേ, എന്താ കെട്ടിച്ചയക്കാത്തതെന്ന് ചോദിച്ചു. അത് പറഞ്ഞു അവളൊരു ആശയിലിരിക്കുന്ന ഒരു പയ്യനെ അവൾക്ക് ഇഷ്ടമാണ്. അതാര്? അതുകൊണ്ട് പക്ഷേ ആ പയ്യൻ്റെ വീട്ടുകാർ ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ജനിച്ചു വളർന്ന ആ കമ്മ്യൂണിറ്റിയിൽ പെണ്ണിനെ അങ്ങോട്ട് പോയി ആലോചിക്കണമെന്ന് തോട്ട്. അപ്പം എനിക്ക് അച്ഛനില്ല, ചേട്ടനില്ല, ആരാലോചിക്കേ എന്ന് മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. അപ്പോൾ അവസാനം അമ്മ നിർബന്ധം ചോദിച്ചാൽ പറഞ്ഞു അത് അക്കൻ്റെ മകനെ അവൾക്ക് ഇഷ്ടമാണ്. നമുക്ക് അവൾ വാശി പിടിക്കുന്നു, എന്താണെന്നറിയില്ല, അവൾക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്കൊരു പെൺകുട്ടിയല്ലേ ഉള്ളൂ, സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മോള്, അവൾക്കൊരു നല്ല ജീവിതം കിട്ടണമല്ലേ നല്ലത്. അവൻ ഈ DIFയും സിനിമയെന്ന് പറഞ്ഞ് കാടാറ് മാസം വീടാറ് മാസം നടക്കണതല്ലേ എന്ന് പറഞ്ഞ ചർച്ചയിൽ നിന്നാണ് ഇത് കല്യാണത്തിലേക്ക് പോയത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അവർക്ക് മനസ്സുകൊണ്ട് തന്നെ ഇഷ്ടമല്ല, പുറത്ത് അഭിനയിക്കുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ടോ നേരിട്ട്? വിവരം അറിയും. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവർ വിചാരിക്കും കുഴപ്പമില്ല, അവൻ പട്ടിണി കിടുന്നില്ല, മദ്യപിച്ചുകൊണ്ടൊന്നും തല്ലുന്നില്ല, ആകെ പറയാവുന്നൊരു കുറവ് എനിക്ക് വീടില്ല എന്നല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. എനിക്ക് നല്ല മനോഹരനായ അമ്മയെപ്പോലെ സുന്ദരനായ ഒരു മകനുണ്ട്, അവൻ MBA കാരനാണ് പോരെ, അവൻ അച്ഛനെക്കാളും സ്ട്രിക്റ്റായിട്ട് ജീവിക്കുന്നവനാണ്, മദ്യപിക്കില്ല, പുകവലിക്കില്ല. അപ്പോൾ അവർക്ക് ഇപ്പോൾ അവളുടെ വീട്ടുകാർക്ക് മോളുടെ ചോയ്സ് തെറ്റിയില്ല എന്ന് തോന്നിക്കാണാം. ഞാൻ ചോദിക്കാറില്ല, ഞാൻ എപ്പോഴും ഒരു ഗ്യാപ്പ് ഇടുന്ന ആളാണ് അവരുമായിട്ടൊക്കെ, അങ്ങനെ മിങ്കിളിയില്ല. ഗ്യാപ്പ് അല്പമെങ്കിലും ഇല്ലാതിരുന്നത് അവളുടെ അനിയനോട് മാത്രമാണ്. അവനും ഇപ്പോൾ എന്നോളം വളർന്നില്ല, അപ്പോൾ അതും ഗ്യാപ്പായി. ഇപ്പം ഞങ്ങൾ 3 പേരുള്ള ലോകമാണ്, വേറെ ആരുമായിട്ട് അങ്ങനെ ഒരു വേറെ ഹോബീസ് എന്തൊക്കെയാണ് ചേട്ടന്? സിനിമ ഒന്നുമില്ല, വായിക്കുക എഴുതുക അത് മാത്രമേ ഉള്ളൂ. പാട്ട് 24 മണിക്കൂറും കേൾക്കണം, അത് ഉച്ചത്തിൽ കേൾക്കണം. എൻ്റെ ഭാര്യയും മോനും ഏറ്റവും കൂടുതൽ വഴക്കൂടുന്നതിനാണ്. കാറിലായാലും വീട്ടിലായാലും ഉറച്ച് കേൾക്കണം, അതിങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പം മോൻ്റെ ഒരു ജനറേഷൻ്റെ വ്യത്യാസം ഉണ്ടല്ലോ, അവൻ ഈ ഇപ്പോഴത്തെ ഈ കാതറ കൂതറ പാട്ടേ ഇടാൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ സിന്ധുവിനാണെങ്കിൽ പഴയ പാട്ടുകളാണ്, ഞാനിത് രണ്ടും കേൾക്കും. പക്ഷേ ഞാൻ രാത്രി എൻ്റെ വീട്ടിലിടുന്നത്, എൻ്റെ വീട്ടിലെ കഥയൊക്കെ പറഞ്ഞ ഒരുപാട് പറയണം. ഞാൻ ഇപ്പോൾ വാടക താമസിക്കുന്ന വീടിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും വീടുണ്ട്. ആ റൈറ്റിലിരിക്കുന്ന വീടിൻ്റെ അടുത്ത വീടെന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ഉടമസ്ഥയുടെ വീടാണ്. ഇവരെല്ലാം പറയുന്നത് ഇത്രയും പോരാ, ഇതിനേക്കാൾ ഇത്തിരി കൂടെ വോളിയത്തിൽ വയ്ക്കണമെന്ന് അവർക്ക് ഉറങ്ങാൻ. ഞാൻ രാത്രി ആയതുകൊണ്ട് അല്പം മര്യാദ കാണിക്കണ്ടേ, അവർ കുറച്ച് വെച്ചാൽ അവർ സമ്മതിക്കില്ല. ഇന്നലെ ശബ്ദം വളരെ കുറവായിരുന്നു കേട്ടോ എന്ന് പറയും. അങ്ങനെ ഉള്ള പാട്ട് ആസ്വദിക്കുന്നവരാണ് എൻ്റെ അയൽപക്കത്തുള്ളത്. എന്നാൽ വീട്ടിൽ ഭാര്യയും മോനും വോളിയം വയ്ക്കാൻ സമ്മതിക്കില്ല. TV വാർത്ത പോലും ഞാൻ ഉച്ചത്തിലേക്ക് വെക്കും, അവർക്കത് ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ അങ്ങ് പോകും. അപ്പം ഫുൾ ടൈം ഇങ്ങനെ സിനിമയെ തന്നെ സ്വപ്നം കാണുകയും സിനിമയെക്കുറിച്ച് എഴുതുകയും പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇനിയൊരു അടുത്തൊരു 40 വർഷത്തേക്ക് മലയാള സിനിമയുടെ വളർച്ച എങ്ങനെയായിരിക്കും? അത് കൊമേഴ്ഷ്യലിയും അല്ലാതെയുള്ള സിനിമകളുടെ കാര്യത്തിലും ഒക്കെ എങ്ങനെയാണെന്ന് വിചാരിക്കുന്നത്? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഇപ്പോഴത്തെ പുതിയ ആധുനിക സങ്കേതങ്ങൾ വരുമ്പോൾ എനിക്ക് തോന്നിയത് തിയേറ്റർ സംസ്കാരം അവസാനിക്കും. എല്ലാവരും ഫോണിൽ കാണാവുന്ന ഒരവസ്ഥയിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ അടുത്ത എന്തെങ്കിലും ഒരു ജനറേഷൻ കൂടെ വന്നു കഴിയുമ്പോൾ തിയേറ്ററിൽ തന്നെ പോയി 500 രൂപ ടിക്കറ്റ് കൊടുത്ത് 200 രൂപയ്ക്ക് ചോളം പൊരി മാഞ്ചി തിന്നണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ തിയേറ്ററുകളുടെ പോകുമെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ജനറേഷനോട് കൂടി എനിക്ക് തിയേറ്ററിൽ കണ്ടാലേ ഞാൻ ഫോണിൽ കാണില്ല. വീട്ടിൽ മോൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ അവൻ സൗദിയിൽ നിന്ന് വന്നിട്ട് ഒരു 25 പ്രാവശ്യങ്ങളും തുടരുമെന്ന് പറഞ്ഞ സിനിമ കണ്ടു നെറ്റ്ഫ്ലിക്സിൽ. ഞാൻ കാണില്ല, എനിക്ക് TV-യിൽ സിനിമ കാണുന്ന ഇഷ്ടമല്ല, എനിക്ക് തിയേറ്ററിൽ തന്നെ കാണണം. ആ ജനറേഷൻ അവസാനിക്കും തോന്നുന്നു. അതോടുകൂടി തിയേറ്ററിനോടുള്ളൊരു കമ്പം കുറയുമെന്ന് തോന്നുന്നു. കാരണം എൻ്റെ മകനൊന്നും അങ്ങനെ തിയേറ്ററിൽ പോയി കാണണമെന്നില്ല. വലിയ സ്ക്രീനിൽ ഇത്രയുള്ള സ്ക്രീനിൽ നമുക്ക് സിനിമ കാണാമെങ്കിൽ അത് മതിയല്ലോ എന്നായിരിക്കും. ഇതിനിടയിൽ അവൻ അത് ഫ്രീസ് ചെയ്തിട്ട് അമ്മയുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കും, പിന്നെയും വന്ന് ഓൺ ചെയ്തിട്ട് പിന്നെ അങ്ങനെ നല്ല സിനിമ കാണേണ്ട സിനിമ ഞാൻ വിചാരിക്കുന്നത് 2.25 മണിക്കൂറുണ്ടെങ്കിൽ ആ 2.25 മണിക്കൂർ നമ്മൾ ആ ഇരുട്ടിലിരുന്ന് തന്നെ കാണണമെങ്കിൽ ആ സിനിമ നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റും. മുഴുവൻ ശബ്ദം ആ ജനറേഷൻ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ 40 വർഷം കഴിഞ്ഞുള്ള പ്രവചിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും സിനിമ ഉണ്ടാവും കേട്ടോ. ഇനി എല്ലാവരും പറഞ്ഞാലേ നമുക്ക് ഒരുപാട് തനത് കലകളും മറ്റൊന്നും മറിച്ചതൊക്കെ ഉണ്ടല്ലോ, പുതിയ സങ്കേതങ്ങൾ വരികയല്ലേ എന്നൊക്കെ പറയും. പക്ഷേ സിനിമ എത്ര കാലം കഴിഞ്ഞാൽ
അതിൻ്റെ ഫോർമാറ്റുകൾ മാറുമെന്നേ ഉള്ളൂ. സിനിമ ഉണ്ടാവും. ചേട്ടൻ വെബ് സീരീസുകളൊക്കെ കാണാറുണ്ടോ? ഇല്ല, വളരെ കുറവാണ്. ആരെങ്കിലും എൻ്റെ പരിചയക്കാർ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരെണ്ണം ചെയ്തിട്ടുണ്ടോ എന്ന് ഒരു എപ്പിസോഡെങ്കിലും കാണണമെന്ന് പറയുന്നത് മാത്രമേ കാണൂ. എനിക്കെന്തോ അത് അങ്ങോട്ട് സിനിമയിൽ അഭിനയിക്കുന്നവർ വന്ന് സീരിയലിൽ അഭിനയിക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഡീഗ്രേഡ് ചെയ്ത പോലെ തോന്നും.